വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഉച്ചക്കത്തെ ഫുഡിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇന്ന് വന്നിട്ടില്ല കേട്ടോ. ഷാജേട്ടൊന്നും പോയിട്ടില്ല, ലീവാണ് നല്ല ഉത്സവവും കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. പിന്നെ ഇന്ന് നീക്കാൻ നല്ലോണം നേരം വൈകി എല്ലാവരും. പുട്ടും ഇഷ്ടമായിരുന്നു കേട്ടോ. നമുക്ക് അതിനെ കുറച്ച് ബാലൻസോടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് 10:11 മണിക്കായി ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് ഷാജേട്ടൻ പുറത്ത് പോയി നമുക്ക് കറിക്കുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടാണ് നമ്മൾ ഫുഡ് ഉണ്ടാക്കാൻ നിൽക്കണം. ദാണ്ടിരിക്കണം കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ അരിഞ്ഞ് പെറുക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മത്തിയുണ്ട് കുറച്ച് ഷാജേട്ടന് മുളകിടാൻ വേണ്ടിയിട്ട്. പിന്നെ കായ ഉണ്ട് കുറച്ച് ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അത് മൺപയർ വെച്ചിട്ട് നമുക്ക് ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചു. മൺപയർ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഞാൻ ഷാജേട്ടൻ പോയി വരുമ്പോഴേക്കൊക്കെ സെറ്റ് ചെയ്ത് ഒക്കെ അരിഞ്ഞ് പെറുക്കി വെച്ചു. ചിക്കൻ കഴുകി വെച്ചു. അങ്ങനെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. ഇനി നമുക്ക് കുക്ക് ചെയ്യാന്നുള്ള പരിപാടി മാത്രമല്ല. ചോറും ഞാൻ വെച്ച് കേട്ടോ. നേരം വൈകും, എന്തായാലും ഇപ്പം നേരം വൈകും എന്നറിയാതുകൊണ്ട് തന്നെ. അപ്പോൾ നമുക്ക് കുഞ്ഞ് ചിക്കൻ ഷാജിൻ്റെ അവിടെ നിന്ന് കിട്ടി എന്നറിയില്ല. ഞങ്ങൾക്കൊന്നും ചെയ്ത് കഴിഞ്ഞാൽ കുഞ്ഞ് ചിക്കൻ കിട്ടില്ല. ഇത്രേൻ്റെ കുറച്ചും കൂടെ ഉണ്ടായിരുന്നു, അത് ഞാൻ മാറ്റി വെച്ചു. അപ്പം അത് നമുക്കൊന്നും ഇങ്ങോട്ട് വരട്ടുകയും ചെയ്യാം. ഒക്കെ പിടിയും തന്നെ ചെയ്യണം. ഒട്ടും സമയമില്ല, നല്ല വിശക്കണമുണ്ട് കാര്യമായിട്ട്. അപ്പം നമുക്ക് ആദ്യം തന്നെ മൺപയർ നമുക്ക് കുക്കറിലിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. ഞങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് കാണിച്ചു തരാം അതിൻ്റെ മുന്നേ. ഇതാട്ടോ, ഇങ്ങനെ ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ പയറാണ് കേട്ടോ. പയർ വെള്ളത്തിലിട്ടിരിക്കുക. അപ്പോൾ അതൊക്കെ നമുക്ക് ഓരോന്നായിട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമാണല്ലോ. അപ്പോൾ നമുക്ക് പയർ ഞാൻ 2-3 പ്രാവശ്യം കഴുകിയിട്ട് വെള്ളത്തിൽ ഇട്ട് വെച്ചതാണ്. ഇനി വേണമെങ്കിൽ ജസ്റ്റ് ഒന്നും കൂടെ വാഷ് ചെയ്തിട്ട് കുക്കറിലിടാം കേട്ടോ. അത് വേവിക്കാൻ വയ്ക്കാം. ഉപ്പൂടെ ഇട്ട് കൊടുക്കേണ്ടതിൻ്റെ കൂടെ. അപ്പം അതങ്ങനെ ഇതിവിടെ വയ്ക്കാം. അതങ്ങനെ വേകുമ്പോഴേക്കും നമുക്ക് ഇപ്പുറത്തെ മീന് മത്തി മുളകിടാം കേട്ടോ. ഈ ഇറച്ചി മീനും കൂട്ടാത്ത ഒരാൾ വീട്ടിലുണ്ടെങ്കിൽ, ചിക്കനുള്ള സമയത്ത് ആൾ വീട്ടിലുണ്ടെങ്കിൽ ആ ഒരു കറി കൂടെ സെറ്റ് ചെയ്യണം. അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. എല്ലാം കഴിക്കണവരാണെങ്കിൽ നമുക്ക് ഒറ്റ കറിയിൽ അങ്ങനെ നിർത്തിയാൽ മതി. ഇതല്ല, എല്ലാം കൂടെ ചെയ്യണം. അപ്പം നമുക്ക് പുളിയൊക്കെ പിഴിഞ്ഞ് സെറ്റ് ചെയ്തിട്ട് മീൻകറിക്കുള്ള കാര്യങ്ങൾ അങ്ങോട്ട് സെറ്റ് ചെയ്യാം. അപ്പം മീൻകറിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത് ഇതിനകത്ത് ഇത്തിരി ഇട്ട് കൊടുക്കാം. ബാക്കി നമുക്ക് ചിക്കനിലേക്ക് ഇടുന്നോട്ടെ കേട്ടോ. ചിക്കനിലേക്കാണ് ഇത്തിരി കൂടെ കൂടുതൽ വേണ്ടത്. അപ്പോൾ പിന്നെ തക്കാളി എല്ലാം കഴുകി വെച്ചാണ് കേട്ടോ. അതുകൊണ്ട് പിന്നെ അത് അടുത്തതൊന്നും കഴുകേണ്ട ആവശ്യമൊന്നും വേണ്ടല്ല. ഒരു തക്കാളി ഇതിങ്ങനെ കുറേ ചാറ് പോലല്ല, കുറച്ച് ചാറ്, ഇത്തിരി ഇങ്ങനെ പെരണ്ട് നിൽക്കില്ലേ, അങ്ങനത്തെ ചാറാട്ടോ. 2 പച്ചമുളക്. ഓക്കെ, ഇനി പാകത്തിന് പുളി പിഴിഞ്ഞിട്ട് ഒഴിക്കാം. പുളിയൊക്കെ ഞാൻ കുറേ നേരം മുന്നേ വെള്ളത്തിലൊക്കെ ഇട്ടേച്ചുകൊണ്ട് തന്നെ പിഴിയാൻ വേണ്ടിയിട്ട് സുഖമാണേ. കണ്ണൻകുട്ടി മീൻ പിടിക്കാൻ വേണ്ടി പോയിരിക്കുക. ഇവിടെയുള്ള പിള്ളേർ കൂടെ ഷാജേട്ടനും പോയിട്ടുണ്ട്. ഇപ്പോൾ ആൾക്ക് അങ്ങനത്തെ തോട്ടിലെ മീൻ, പുഴ മീനൊക്കെ ഇഷ്ടമല്ല. ആൾക്ക് ഇഷ്ടമല്ല കേട്ടോ. കണ്ണൻകുട്ടിക്കും അവർക്കൊക്കെ നല്ല ഇഷ്ടമാണ്. അപ്പം അതിന് വേണ്ടി പൊളിക്കുക കേട്ടോ. അപ്പം ഇത്ര ചാറ് മതി. ഇനി ഇതിനധികം നമ്മൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇട്ട് കൊടുക്കും. വേണമെങ്കിൽ ഒരു ലേശം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. പക്ഷെ നമ്മൾ ഇത്ര ഇട്ട് കൊടുക്കുന്നുള്ളൂ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി. ഞാൻ എടുത്തിട്ട് വരട്ടെ. പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ, എരിവിനനുസരിച്ച്. ഇപ്പോൾ ചൂടുകാലം ആയതുകൊണ്ട് വല്ലാതെ എരിവൊന്നും കൂടുതൽ വേണ്ട. മഞ്ഞൾപ്പൊടി നമ്മളിതിനെ കത്തിക്കാനുള്ള സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും മറക്കും. ഇത് പിന്നെ ഇവിടെ ഉള്ളതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ലൈറ്റർ വെച്ചിട്ട് കത്തിക്കുന്ന പേടിയാണ്. പൂച്ചട്ടി കത്തിക്കും കേട്ടോ, എനിക്ക് പേടിയാണ്. അപ്പം ഇതങ്ങോട്ട് തിളക്കട്ടെ. അതുവരെ നമുക്ക് കുഞ്ഞ് ബ്രേക്ക് കേട്ടോ. സെറ്റാവട്ടെ.
ഉള്ളി തിളച്ചോട്ടാ. ഇനി നമുക്ക് മീൻ ഇട്ട് കൊടുക്കേ. നല്ലോണം തിളച്ചിട്ടുണ്ട്. ഒക്കെ പെറുക്കി പെറുക്കി ഇട്ട് കൊടുക്കാം. ഇനി മീനും കൂടെ വേവട്ടെ. ഇവിടെ വെന്ത് സെറ്റ് ചെയ്യുമ്പോഴേക്കും പയർ വെന്തു കേട്ടോ. എന്നിട്ട് നമുക്ക് ഇനി അതിനകത്തേക്ക് തന്നെ കായം കൂടെ ഇട്ട് കൊടുക്കാം. അതിൻ്റെ സ്റ്റീമൊന്ന് പോട്ടെ, പ്രഷർ പോട്ടെ. പയർ ഒരു വിധം വെന്തുണ്ട്. ഈ കായം കൂടെ നമുക്ക് ഇതിനകത്തേക്ക് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് ആദ്യം എനിക്ക് മമ്പയർ വേവിച്ചാൽ മതിയാവും. പിന്നെ ആ ബോധമുണ്ടായി ഞാൻ ഒരുമിച്ച് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടില്ലേ, അങ്ങോട്ട് ചെയ്തു. എൻ്റെ പൊട്ടൊക്കെ പരന്നു ഒന്നും വേണ്ട. അപ്പോൾ ഇതിനകത്തേക്ക് ഒപ്പിട്ട് കൊടുത്തിട്ട് അങ്ങോട്ട് വെന്തോട്ടെ. എന്നിട്ട് നമുക്ക് കുത്തി വറുത്തിടാം. ടൈം ഉണ്ടാവില്ല. ഓക്കെ കേട്ടോ. സെറ്റ് ആവട്ടെ. ചിക്കൻ ആവാൻ പിന്നെ വലിയ പാടൊന്നുമില്ല, വേവാൻ വേണ്ടിയിട്ട് വേഗം ആയിക്കോളും. ഇതൊക്കെ ആവാനാ വലിയ പാട്. കായും പയറും അതൊക്കെ ഇവിടെ ആണെങ്കിൽ ഞാൻ പറഞ്ഞില്ല പൂച്ചിട്ടിക്കൊക്കെ നല്ല ഇഷ്ടമാണ്. ഇങ്ങനത്തെ ഉപ്പേരി കാര്യം നമ്മുടെ എല്ലാവർക്കും ഇഷ്ടമാട്ടോ. അങ്ങനത്തെ ഉപ്പേരിയൊക്കെ ഈ ഉപ്പേരി മാത്രം മതി, കറിയൊന്നും വേണമെന്നില്ല നമുക്ക് ചോറിനാൻ വേണ്ടിയിട്ട്. അപ്പം അതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ അങ്ങനെ ഉണ്ടാക്കുക, അത്രയേ ഉള്ളൂ. ഇന്നലെ പിന്നെ അതൊന്നും ഒന്നും ഉണ്ടാവുന്നില്ല. എന്തുണ്ടാക്കുമെന്ന് വിചാരിച്ച് നിൽക്കായിരുന്നു കേട്ടോ. ഇന്ന് നോക്കുമ്പോൾ ചിക്കൻ ഉണ്ട്, മത്തി ഉണ്ട്, ഉപ്പേരി ഉണ്ട്. അങ്ങനെയാണ് ചില ദിവസങ്ങൾ. ഇനി ഇതിൻ്റെ ഖേദം നാളെയും മറ്റന്നായിട്ട് വീടുകയും ചെയ്യും, ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞിട്ട് ചില ദിവസം എല്ലാം ഉണ്ടാവും, ചില ദിവസം ഒരു കുന്തും ഉണ്ടാവും. ഇനി ഇതൊക്കെ ഒന്നുകൂടെ വേവട്ടെ കേട്ടോ. അപ്പം ഇത് സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി മീൻകറി റെഡി ആയിട്ടുണ്ട്. മീൻകറി ഒന്ന് നമുക്ക് ചെറിയ ഉള്ളിയിൽ ഒന്ന് വറുത്തിടാം. എന്നിട്ട് ചിക്കനും കൂടെ വയ്ക്കാം. അത് കഴിയുമ്പോഴേക്കും നമ്മുടെ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയി ഉപ്പേരി കുത്തി വറുത്തിടാൻ വേണ്ടിയിട്ടുള്ള റെഡി ആവും കേട്ടോ. ഇത് നല്ല കാര്യമായിട്ട് വിശക്കുന്നുണ്ട്. ചിക്കൻ കണ്ടിട്ടാണോ എന്ന് സംശയമുണ്ട്. കുറച്ച് ദിവസമായി ഇപ്പോൾ ചിക്കൻ കഴിച്ചിട്ട്, അതുകൊണ്ടാവുന്നു. അല്ലാട്ടോ പുട്ട് ഞാൻ കാര്യമായിട്ട് കഴിച്ചിട്ടില്ല. രാവിലെ തന്നെ ആ ചൂടത്ത് നിന്നിട്ടേ, രാവിലെ തന്നെ അല്ല നീക്കാൻ വേണ്ടിയിട്ട് നേരം വൈകി. രാത്രി മിക്ക ദിവസം ഒന്നും കഴിക്കാറില്ല എന്ന് ഞാൻ പറയാറുണ്ടല്ലോ. അപ്പം അത് കാരണം രാവിലെ നീറ്റ് കഴിഞ്ഞാൽ വിശക്കും. പക്ഷേ വിശപ്പ് വരും. കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ കഴിക്കണ സമയം വരെ ആവണം. അത് വരെ എനിക്ക് കഴിച്ചാൽ പോവില്ല. വിശക്കും ചെയ്യും, കഴിച്ചാൽ പോവില്ല. പിന്നെ നീറ്റ് ഉടനെ തന്നെ മാക്കം കുറച്ച് വെള്ളം കുടിക്കും. അത് കാരണം വിശപ്പും ഉണ്ടാവില്ല. നമുക്ക് കറി വറുത്തിടാം കേട്ടോ. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. വെള്ളം നല്ലോണം കുടിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഐസ് വാട്ടറാണ് കുടിക്കുന്നത്, ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള വെള്ളം കുടിക്കുന്നത്. അതുകൊണ്ട് എന്താവും എന്നൊന്നും ഒരു ഐഡിയ ഇല്ല. മത്തിക്കുട്ടനായിട്ടുണ്ട്. നമുക്ക് അതിനകത്തേക്ക് വേപ്പില അങ്ങനെ ഇട്ട് കൊടുക്കാം. ഉള്ളിയും കൂടെ മൂപ്പിച്ച് കൊടുത്താൽ ടേസ്റ്റാണ്. ഷാജേട്ടന് പക്ഷേ ഇങ്ങനെ പച്ച വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ കുറച്ചും കൂടെ ഇഷ്ടം. പക്ഷെ ഇതാകുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ കുഴപ്പമില്ല. ആൾക്ക് ഈ പരൽമീനൊക്കെ ആകുമ്പോൾ നമ്മൾ പച്ച വെളിച്ചെണ്ണ ഒഴിക്കാം. അതും മത്തിയല്ലേ. ഇങ്ങനെ ഉള്ളി വറുത്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ലും ടേസ്റ്റും കാര്യമൊക്കെ ആവും. അപ്പം നമുക്ക് അങ്ങനെ ചെയ്യാം. ഏതായാലും നേരമില്ല. അപ്പം പിന്നെ നല്ല വൃത്തിക്ക് മെനക്കി അങ്ങോട്ട് ചെയ്യാം. കൊട്ടിക്കോ. കറിയായി കേട്ടോ. അതങ്ങടാവട്ടെ. ഇനി ഇതിൽ തന്നെ നമുക്ക് ചിക്കനും കൂടെ അങ്ങോട്ട് റെഡിയാക്കാം. ചെറുള്ളി, സവോള. അയ്യോ എന്നെ കാണണല്ലേ, എനിക്ക് എന്നെ കാണണ്ട പറയും ചിലപ്പോൾ. ചെറുള്ളി അല്ല, അത് സവോള കേട്ടോ. ഒരു വലിയ ഉള്ളിയായിരുന്നു, വലിയ ഉള്ളി സവോള. അതിൻ്റെ പകുതി ഞാൻ എടുത്തിട്ടുള്ളൂ. പിന്നെ കുറച്ച് ചെറുള്ളി കുറച്ച് കഴിഞ്ഞായിരുന്നു. അത് കാരണം ഉള്ളത് വെച്ചിട്ട് ഞാൻ അങ്ങോട്ട് ഇട്ട് കൊടുത്തു. നമ്മൾ മിക്കതും ഇടാറുണ്ടല്ലോ. ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം കൂടെ ഒരുമിച്ച് ഇട്ട് കൊടുക്കും. എന്നിപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് തന്നെ ഒപ്പം ഇരുന്ന് പാടിക്കോട്ടെ. കൈ നല്ലോണം ബ്രൗൺ ആവണ വരെ ഇളക്കി വഴറ്റി വെക്കാം. സെറ്റാട്ടെ. ഉപ്പൂടെ ഇട്ട് കൊടുക്കാം. മീൻകറി സെറ്റായി. ഉപ്പേരി വറുത്തിടാൻ കുറച്ച് നേരം കൂടെ കഴിഞ്ഞാൽ അതും സെറ്റായി.
വെള്ളം ബോട്ടിൽ ഇവിടെ അങ്ങനെ വെച്ചിരിക്കുക, കുടിക്കുക, അവിടെ വെക്കുക. മൂന്നാമത്തെ ബോട്ടിലാണ് രാവിലെ നേരം എടുത്തിട്ട്. അതാവട്ടെ. ഇത് ഓഫ് ചെയ്താലും ചട്ടിയിൽ ഇങ്ങനെ തിളച്ചിട്ടൊന്ന് വറ്റും. ചട്ടിയാകുമ്പോൾ അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ, എനിക്ക് ഇഷ്ടമാണ് ചട്ടിയിൽ വയ്ക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ ആ വലിയ ചട്ടി ആണ്ടിരിക്കണു, അത് ഒരു പ്രാവശ്യം ഞാൻ മായക്കിയിട്ടുള്ളൂ. ഇനി ഒരു 2 പ്രാവശ്യം കൂടെ മായക്കണ്ടേ, 3 പ്രാവശ്യം കട്ടി മായക്കണം. പിന്നെ അതിൻ്റെ ടൈം കിട്ടിയിട്ടില്ല. ബീഫും ചിക്കനൊക്കെ കുറേ ക്വാണ്ടിറ്റി അതിനകത്ത് വരട്ടിയിരിക്കാൻ വേണ്ടിയിട്ട് ചട്ടിയിൽ വെക്കണതിന് വേറൊരു ടേസ്റ്റ് അല്ലേ. അപ്പം അതങ്ങനെ അതൊന്ന് മയക്കാൻ വേണ്ടിയിട്ടുണ്ട്. കേക്കിലൂടെ ഇട്ട് കൊടുക്കാല്ലേ. ഒക്കെ ഒരു സമയം വരെ വെയിറ്റ് ചെയ്യണ്ട, ഒരുമിച്ച് അങ്ങോട്ട് ആയിക്കോട്ടെ. കണ്ണൻകുട്ടി ഇപ്പോൾ വരും ചോറേ എന്ന് പറഞ്ഞിട്ട്. വല്ലാതെ ചോറിന് ധൃതി വിട്ടില്ല കേട്ടോ, എന്താ വെച്ചാൽ മീൻ പിടിക്കാൻ പോയതല്ല. അപ്പം ഞാൻ ഇനി വഴക്ക് പറയണമെന്ന് വിചാരിച്ചിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയുള്ളൂ. അപ്പം എന്നാലല്ലേ ഇനിയും വിടുള്ളൂ. അതിന് എനിക്ക് വിശക്കുണ്ടേ എന്നാണ്. മിക്കപ്പോഴും നമ്മൾ ചിക്കൻ കറിയാണ് കേട്ടോ വയ്ക്കാറ്. ഇന്ന് കറി വെക്കേണ്ട വിചാരിച്ചു, നല്ലോണം വരട്ടിയെടുക്കാൻ വിചാരിച്ചു കേട്ടോ. മെയിൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ചെറിയുള്ളി ഇല്ല. അപ്പോൾ കറി എനിക്ക് ഈ സവാള കൂട്ടിയിട്ട് ചിക്കനൊക്കെ വെക്കുമ്പോൾ ഒരു മധുരം പോലെ തോന്നും. പിന്നെ ഒരു രക്ഷയില്ല, ഒരു പിടിക്ക് കിട്ടിയില്ല, എന്നാലും ഒരു 5-8 ഉണ്ടായിരുന്നു, അത് ഇട്ടിട്ട് ചതച്ചിട്ടു. അപ്പോൾ നമ്മുടെ വെല്ലുള്ളി, സവാള, ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും തക്കാളി, വേപ്പിലി എല്ലാം കൂടെ എന്നിട്ട് വഴണ്ടി വന്നപ്പോൾ നമ്മൾ അതിനകത്തേക്ക് പൊടി ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ചിക്കൻ പൊടി ഇതെല്ലാം കൂടെ ഇട്ടൊന്ന് മൂത്ത് വരുമ്പോൾ ചിക്കൻ ഇട്ടിട്ട് ഉപ്പിട്ടിട്ട് അടച്ച് വയ്ക്കുക. എന്നിട്ട് വരട്ടിയെടുക്കുക. അതിനകത്ത് തേങ്ങാക്കൊത്തിടങ്ങിയിടാം. ലാസ്റ്റ് സ്റ്റേജിൽ കുറച്ച് തേങ്ങാപ്പാലും കൂടെ പിഴിഞ്ഞൊഴിക്കുകയാണെങ്കിൽ സൂപ്പറാണ്. നാളികേരം ഇല്ലാത്ത കാരണം നമ്മൾ ഈ പരിപാടിക്ക് ഒന്നും നിൽക്കണില്ല. ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങോട്ട് വരട്ടിയെടുക്കാൻ വിചാരിച്ചു കേട്ടോ. മല്ലിച്ചപ്പും ഉണ്ട്, അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതിലേക്ക് രസമാണ് സൂപ്പർ കോമ്പിനേഷൻ, രസവും ഈ ചിക്കൻ വരട്ടിയതും കൂടെയാണ്. പക്ഷെ നമുക്കിന്ന് മത്തിക്കറി ഉള്ളതുകൊണ്ട് എല്ലാം കൂടെ ആർഭാടാക്കി വെക്കണ്ട വിചാരിച്ചു. ചിക്കൻ ഉള്ള കാരണം എനിക്കും പൂജട്ടിക്കും കണ്ണൻകുട്ടിക്കും മത്തിയൊന്നും വേണ്ടി വരില്ല. നമുക്ക് നാളെ എന്തായാലും മത്തി ആവശ്യം വരും. ഇന്നത്തെ ചിക്കൻ്റെ കാര്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ നമുക്ക് മത്തി തന്നെ ശരണം ഉണ്ടാവുള്ളൂ. അത് വിചാരിച്ചിട്ട് നമ്മൾ മത്തി കുറച്ച് ചാറ് അങ്ങനെ ഒരുപാട് ചാറിലല്ല, എന്നാലും ഷാജേട്ടൻ കൂട്ടി കഴിഞ്ഞാലും നമുക്ക് നാളേക്ക് എടുക്കാൻ വേണ്ടിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ രാവിലെ നമുക്ക് പുട്ടുണ്ടാക്കുമ്പോൾ അതിലേക്ക് എടുക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് മത്തി കറി അങ്ങോട്ട് സെറ്റാക്കി വെച്ചു. ഈ ഒരു അടുപ്പിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയും ചരിച്ചും വെക്കണം. എന്താ വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്തിരിക്കുന്ന അടുപ്പ് കുറച്ച് സ്ലോ ആണ്. അപ്പോൾ നമുക്ക് മെല്ലെ കുക്കാവാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ അതിനകത്തേക്ക് മാറ്റി വയ്ക്കും. പെട്ടെന്നാവാനുള്ളത് ഇപ്പുറത്തേക്കും വെക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ അതിനകത്തേക്ക് ഇട്ടിട്ട് നല്ലോണം വരട്ടി മസാലയൊക്കെ സെറ്റ് ചെയ്തിട്ട് അതങ്ങനെ ചെറിയ തീയിലിട്ടിട്ട് വേവാൻ വേണ്ടിയിട്ട് അത് അപ്പുറത്തേക്ക് മാറ്റി വെച്ചു. ഇവിടെ ഒരു ചട്ടി വെച്ചിട്ട് എണ്ണ ഒഴിച്ച് കടുകൊക്കെ പൊട്ടിച്ചിട്ട് നമ്മുടെ വെളുത്തുള്ളിയും ചെറുള്ളിയും വറ്റൽമുളകൊക്കെ കൂടെ കുത്തിയിട്ടത് നമ്മൾ ഉപ്പേരിക്ക് വേണ്ടിയിട്ട് അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇനി വേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് അതും കൂടെ മൂത്ത് വരണം കേട്ടോ. വേപ്പിലൊക്കെ അതിനകത്ത് ഓൾറെഡി ഉണ്ട്, ഒക്കെ കൂടെ ഒരുമിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി പോരെങ്കിൽ എരിവ് വേണമെങ്കിൽ കുറച്ച് മുളക് പൊടി സ്റ്റേജിൽ ഇട്ട് കൊടുക്കാം കേട്ടോ, ഞാൻ ഇട്ട് കൊടുക്കണില്ല. അതങ്ങോട്ട് മൂത്ത് വരുമ്പോൾ നമ്മുടെ വെന്തിരിക്കണം വൻപയറും എന്താ പറയുക നേന്ത്രക്കായ പച്ചക്കായയും കൂടെ വെന്തത് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് അങ്ങോട്ട് ഇളക്കി മിക്സ് ചെയ്യുക. ഇങ്ങനെ ഒരു വെള്ള കുഴമ്പ് രൂപത്തിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതാണ് ഇതിൻ്റെ ടേസ്റ്റ്. ഇങ്ങോട്ട് വെറുതെ ഇവിടെ ആർക്കും ഉപ്പേരി ഇഷ്ടമല്ല. ഇതാ അങ്ങനെ വരുമ്പോൾ ഈ മസാലയൊക്കെ അതിനകത്തേക്ക് നല്ലോണം മിക്സായി നല്ല പറ്റി പിടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അത് അങ്ങനെ ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് ഞാൻ തിരിച്ച് നമ്മുടെ ഉപ്പേരി അപ്പുറത്തേക്ക് തന്നെ ഇട്ടു. മെല്ലെ അതങ്ങോട്ട് ചെറിയ തീയിലാവാൻ വേണ്ടിയിട്ട് തിരിച്ചിപ്പുറത്തേക്ക് തന്നെ നമ്മുടെ ഉരുളി ഇങ്ങോട്ട് മാറ്റി വെച്ചു ചിക്കൻ്റെ. എന്നിട്ട് അതിനകത്തേക്ക് കുറച്ചധികം മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തിട്ട് അങ്ങോട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് അപ്പോൾ ഈ സ്റ്റേജിൽ നമ്മൾ കുരുമുളക് പൊടി അത് ആവശ്യത്തിന് ഇടാം. ഇപ്പം നമ്മൾ ചൂടായതിനെ കൊണ്ട് കുറച്ച് എരിവ് കുറച്ചിട്ടുണ്ട്. മറ്റേ നമുക്കിവിടെ മീറ്റ് ഐറ്റംസും മീനൊക്കെ ആകുമ്പോൾ നല്ല എരിവും കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഇനി നമുക്ക് ഒരു ലോഡ് പാത്രങ്ങൾ അവിടെ കഴുകാൻ വേണ്ടിയിട്ടുണ്ട്. 1-2 വെച്ചിട്ടിട്ടതൊക്കെ. അപ്പോൾ അതങ്ങോട്ട് കഴുകി എടുത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുക്കളയിലെ കാര്യങ്ങൾ കഴിഞ്ഞു. ഇപ്പോൾ അടുക്കള താഴെയും വല്ലാണ്ട് അലമ്പായിട്ടില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുളിക്കണതിൻ്റെ മുന്നേ എല്ലാം അരിഞ്ഞ് പെറുക്കി സെറ്റ് ചെയ്തിട്ട് അടിച്ചു വാരി കഴിഞ്ഞിട്ടാണ് ഞാൻ കുളിക്കാൻ വേണ്ടിയിട്ട് പോയത്. എന്നിട്ടാണ് നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നത്. ഇതിൻ്റെ ഇടയിൽ അമ്മ വിളിച്ചിട്ട് ഷാജൻ്റെ ഫോണിൽ വിളിച്ചിട്ട് പൂജിട്ടി ലൗഡിൽ ഇട്ടേരുന്നുണ്ട് കേട്ടോ. അത് ഞാൻ വീഡിയോ എടുക്കുകയാണെന്ന് വിചാരിച്ചിട്ട് അമ്മൻ്റെ ഫോണിൽ വിളിക്കാണ്ട് ഷാജേട്ടനുള്ള ദിവസമാണെങ്കിൽ അവരുടെ ഫോണിൽ വിളിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക, ഫുഡ് കഴിച്ചിട്ടില്ല, അത് ആയിട്ട് വേണം ഫുഡ് കഴിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മോട് കാര്യമൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആ പാത്രങ്ങളൊക്കെ കഴുകി റെഡിയാക്കി അതാത് പാത്രത്തിൽ എടുത്ത് വെച്ചു. ഇനി ചിക്കൻ്റെ ഉരുളി ഞാൻ ഇപ്പം മാറ്റണില്ല. എന്താ വെച്ചാൽ എനിക്ക് വൈകിട്ട് അതിൽ ചോറിട്ടിട്ട് പുരട്ടി കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഇപ്പോൾ കഴുകി വയ്ക്കണില്ല വിചാരിച്ചു. ഉപ്പേരിയുടെ ചീഞ്ചട്ടി ഇങ്ങോട്ട് മാറ്റി ഒരു പാത്രത്തിലാക്കിയിട്ട് മാറ്റി വെച്ചുകൊണ്ട് വെള്ളം ഒഴിച്ച് വെച്ചു കേട്ടോ. അതങ്ങോട്ട് കഴുകി വയ്ക്കാം ഇനി ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട്. അപ്പോഴേക്കും അതുകൊണ്ട് കുതിരട്ടെ എന്ന് വിചാരിച്ചു.
അപ്പം ഇനി ഇതൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കി അതാത് കാര്യങ്ങൾ സ്ഥലത്ത് വെക്കണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അടുക്കള കാണുമ്പോൾ തന്നെ നമുക്കൊരു വൗ ഫീൽ വരും. ഷാജേട്ടൻ കണ്ണൻകുട്ടിയുടെ കൂടെ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് പോയിരിക്കുക. ചെക്കൻ ചായ കുടിച്ചിട്ട് അങ്ങോട്ട് പോയതാണ്, ഇതുവരെ എത്തിയിട്ടില്ല. അപ്പോൾ ഷാജേട്ടനും കൂടെ ഉള്ളതുകൊണ്ട് പിന്നെ അങ്ങനെ നിൽക്കുകയായിരിക്കും. അപ്പോൾ അതങ്ങനെ അവിടെ ഉണ്ട് രണ്ടാളും കൂടെ. അവരൊക്കെ വരുമ്പോഴേക്കും ഇവിടെയൊക്കെ ഒന്നിട്ട് സെറ്റ് ചെയ്ത് വെക്കണം. എനിക്ക് നല്ലോണം വിശക്കുന്നുണ്ട് കാര്യമായിട്ട്. ഇപ്പം നമുക്ക് 3 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. എല്ലാം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞ പോലെ നല്ല വൈകിട്ടുണ്ടായിരുന്നു നമ്മളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ പുട്ട് കഴിച്ചതിനെ കൊണ്ട് എല്ലാവരും ഒന്ന് പിടിച്ചു നിന്നു. ഇതിൻ്റെ ഇടയിൽ കുറച്ച് പുട്ടും സ്റ്റൂവും കൂടെ ബാക്കിയുള്ളത് പൂജിട്ടി കഴിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ആർക്കും വലിയ വിശപ്പ് കാര്യമൊന്നുമില്ല. എനിക്കാണ് കാര്യമായിട്ട് വിശപ്പ്. ഞാൻ പുട്ട് അങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എനിക്ക് പുട്ടിലേക്ക് ഈ സ്റ്റൂവിനെക്കാട്ടിലും ഇഷ്ടം ഒന്നുമില്ലെങ്കിൽ കടലക്കറി, ഇല്ലെങ്കിൽ വെറുതെ പുട്ടും പഴവും പപ്പടവും, അങ്ങനെയാണെങ്കിൽ ഞാനൊരു കഷ്ണമൊക്കെ കഴിക്കും. ഇതാ നമ്മുടെ അടിപൊളി മീൻകറിയും ഉപ്പേരിയും ചിക്കൻ പെരട്ടും ഒക്കെ കൂടെ സീനായിട്ട് സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതൊക്കെ കൂടെ കൂട്ടിയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ പൂജയ്ക്ക് ഇപ്പം വേണ്ടാന്ന് പറഞ്ഞു. കണ്ണൻകുട്ടിയും ഷാജേട്ടനും വന്നിട്ടില്ല. ഞാൻ എനിക്കുള്ള ചോറൊക്കെ എടുത്തു. ചൂടാണ് കേട്ടോ, എല്ലാം ചൂട്. അത് ചൂടാറാൻ വേണ്ടിയിട്ടുള്ള ടൈമില്ല. എന്താ വെച്ചാൽ അത്രത്തോളം വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ചൂടൊക്കെ ഇനി കഴിക്കുമ്പോൾ അങ്ങനെ ഊതി അങ്ങോട്ട് കഴിക്കാം. ഒന്നാമതേ ഇപ്പോൾ ചൂട് സമയം, അതിൻ്റെ ഇടയിൽ കൂടെ ചൂട് ചോറും കൂടെ ആലോചിക്കാൻ വയ്യ. ഞാൻ ഇങ്ങോട്ട് വയർത്ത് കുളിച്ചിട്ടുണ്ടാവും അടുക്കളയിൽ നിൽക്കുമ്പോൾ. അസാധ്യ ചൂടാണ് കേട്ടോ അവിടെ. നിങ്ങൾക്കൊക്കെ എല്ലായിടത്തും ഇപ്പോൾ ചൂട് സമയം തന്നെയാണ്. എന്നാലും എനിക്ക് ചൂട് സഹിക്കാനേ പറ്റില്ല കേട്ടോ. എനിക്കും പൂജിട്ടിക്കാണ് ഇവിടെ ചൂട് ഒട്ടും സഹിക്കാൻ പറ്റാത്ത ആൾക്കാർ. അപ്പോൾ ചോറും ഉപ്പേരിയും ചിക്കനും മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളൂ. മത്തിക്കറി എടുത്തിട്ടില്ല കേട്ടോ. ഈ ചിക്കൻ്റെ കൂടെ മത്തിക്കറിയും കൂടെ കൂട്ടുമ്പോൾ ചിക്കൻ്റെ ഫീലാകുമോ, അതുകൊണ്ട് മത്തിക്കറി നമ്മൾ നാളേക്ക് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്താക്കി വെച്ചാൽ നല്ല ചിക്കൻ പെരട്ടി ഇങ്ങോട്ട് വരട്ടിയെടുത്ത ചിക്കൻ്റെ മസാലയും ചിക്കൻ പീസ് എല്ലാം കൂടെ ചോറിലിട്ടുണ്ട് പെരട്ടിയിട്ട് ഒരു ഉരുള ഇങ്ങോട്ട് കഴിച്ചു. എൻ്റെ പൊന്നു സൂപ്പറായിരുന്നു കേട്ടോ. ഈ കറീനെക്കാട്ടിലും ടേസ്റ്റ് എനിക്ക് ഇങ്ങനെ വെക്കാമെന്ന് തോന്നുന്നതിൽ തേങ്ങാക്കൊത്തിൻ്റെ ഒരു കുറവ് നന്നായിട്ടുണ്ട്. എന്നാലും വേണ്ടില്ല, ഇതന്നെ ഇപ്പം ഇന്ന് ഇത്രത്തോളം നമുക്ക് ഇത്രയും സംഭവങ്ങൾ ഉണ്ടായതന്നെ വലിയ ഭാഗ്യം. അതിന് ദൈവത്തോട് നന്ദി പറയാമെന്നല്ലാണ്ട്. അപ്പോൾ നമ്മൾ ആ ചിക്കൻ പെരട്ടൊക്കെ കൂട്ടി ഉപ്പേരിയൊക്കെ കൂട്ടി അസലായിട്ട് ചോറുണ്ടാണ് കേട്ടോ. ഇനി ഇൻ്റെയൊക്കെ കഴിഞ്ഞ് ആകുമ്പോഴേക്കും ഓരോരുത്തർ വരും. അപ്പോൾ അവർക്കൊക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയും ചെയ്യാം കേട്ടോ. ഇത് ഈ ഒരു ചിക്കൻ പെരട്ടിൽ നമ്മൾ സവോള വേറൊരു ടൈപ്പിലും കൂടെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഞാൻ കാണിക്കാം കേട്ടോ. അത് ഇനി നെക്സ്റ്റ് വയ്ക്കുമ്പോൾ അങ്ങനെ ചിക്കൻ പെരട്ടി ഇത് വേറൊരു ടൈപ്പിലും കൂടെ വയ്ക്കാം. അത് ഞാൻ കാണിക്കേണ്ട. അത് ഇതിനെക്കാട്ടിലും സൂപ്പറാണ്. അതിൻ്റെ മസാല മാത്രം മതി നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. വേറെ കഷ്ണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, അത്രയും സൂപ്പറാണ്. അതൊക്കെ കഴിഞ്ഞ് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പൂജിട്ടി കുറച്ച് നേരമൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഷാജേട്ടനും കണ്ണൻകുട്ടിയൊക്കെ ഫുഡൊക്കെ കഴിച്ച് ഞാൻ എന്താക്കിച്ചാൽ പിന്നെ നീറ്റു 5 മണിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ കാര്യങ്ങളുണ്ടല്ലോ എന്നത്തെയും പോലെ. അപ്പോൾ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ റെഡിയാക്കി ഇനി ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിളക്കുകൊളുത്താറാകുമ്പോഴേക്കും നമ്മുടെ പണികളും കാര്യങ്ങളൊക്കെ തീർക്കാം. ഇന്നിപ്പോൾ അലക്കാൻ വേണ്ടിയിട്ട് കാര്യമായിട്ടൊന്നുമില്ല. എന്താ വെച്ചാൽ കണ്ണൻകുട്ടി അപ്പോൾ പോയോണ്ട് വേറെ ഡ്രസ്സൊന്നും മാറ്റിയിട്ടിട്ടില്ല. രാവിലെ എല്ലാവരും ഇപ്പോൾ ഒരു ഉച്ചയോട് കൂടിയിട്ടാണ് കുളി കഴിഞ്ഞുകൊണ്ട് തന്നെ. ഇന്നിപ്പോൾ അതിൻ്റെ മുന്നേ അലക്കി കഴിഞ്ഞുകൊണ്ട് ഇനിയിപ്പോൾ രാവിലെ അലക്കിയാൽ മതി കേട്ടോ. ഞാൻ എന്തായാലും മുറ്റമൊക്കെ അടിച്ചു വാരിയിട്ട് അവിടെ അങ്ങോട്ട് ഉമ്മറഭാഗം നമ്മളോട് തുടച്ചിടാമെന്ന് വിചാരിച്ചു. നമുക്കിനി രണ്ടാമത് കണക്കുട്ടിയോട് 2 ദിവസം ലീവിൻ്റെ ഉള്ളിൽ ഇപ്പം എനിക്ക് ചാണകം കൊണ്ടുതരാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഇനി ചാണകം മെഴുകിയിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് വൃത്തിയായിട്ട് കിടക്കും. അതുകൊണ്ട് തന്നെ അവനോട് കൊണ്ടുതരാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് കൊണ്ടുതരാമെന്ന് പറഞ്ഞതാണ്. ഇതിപ്പോൾ മീൻപിടുത്തത്തിൽ ഇന്ന് പോയി. നമ്മുടെ വണ്ടി ഇന്നിട്ട് ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ ആദ്യം രാവിലെ ഷാജനോട് പറഞ്ഞു ഇങ്ങനെ തിരിച്ചിടരുത്, എനിക്ക് വിളക്ക് വയ്ക്കാനും അടിച്ചു വാരാനൊക്കെ എടുക്കുമ്പോൾ അവിടെ ബുദ്ധിമുട്ട്, അതുകൊണ്ടൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് തിരിച്ചിട്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് ആൾ രാവിലെ അങ്ങനെ ഇട്ടിരിക്കുക. ഇന്നലെ രാത്രി വന്നിട്ട് എൻ്റെ ഫോണിലേക്ക് വിളിച്ചപ്പോൾ ഉറക്കത്തിൽ പോയിട്ടിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ അങ്ങനെ ഉറങ്ങിപ്പോയി. ഞാൻ അങ്ങനെ ഉറങ്ങാത്തതാണ്. ഷാജേട്ടൻ ഇന്നലെ വണ്ടിയിൽ അത്രയും കിടന്നുറങ്ങിയത്. രാവിലെ നീറ്റിട്ട് വിളിച്ചപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത്. ആ രാത്രിയൊക്കെ വെച്ചിട്ട് ഫോണിലേക്ക് വിളിച്ചു, പക്ഷേ ഫോൺ സൈലൻ്റാണ് തോന്നുന്നു. പൂജിട്രയിലായിരുന്നു ഫോൺ. അപ്പോൾ അവളത് സൈലൻ്റ് ആക്കിയിട്ടോ എന്തോ ഫോണിൽ വിളിച്ചത് റിങ് ചെയ്തതൊന്നും അറിഞ്ഞിട്ടില്ല. പിന്നെ പുലർച്ചെ വന്ന് വിളിച്ചപ്പോഴാണ് ഡോറ് മുട്ടിയപ്പോഴാണ് അറിയണത്. അപ്പം ഇന്നലെ വണ്ടിയിലാണ് ആൾ കിടന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ പറഞ്ഞു ഡോറിൽ മുട്ടിക്കൂടായിരുന്നു പറഞ്ഞപ്പോൾ ആ നേരത്തൊക്കെ മുട്ടുമ്പോൾ അപ്പുറത്ത് ഇപ്പുറത്തുള്ളവർക്ക് കേൾക്കില്ലേ എന്ന് പറഞ്ഞിട്ട് ആളങ്ങനെ ആ വണ്ടിയിൽ കിടന്നു. അതൊക്കെ കഴിഞ്ഞ് ഇനി മുറ്റടിച്ച് വരട്ട് നമുക്കൂടെ തുടയ്ക്കാം. അപ്പം ഇന്നലെ അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു കേട്ടോ. ചില ദിവസമല്ലേ എനിക്ക് മിക്കവാറും ഞാൻ എങ്ങനെ പോയാലും എനിക്ക് ഉറക്കം കിട്ടില്ല. ഇന്നലെ എന്താണാവും, ഇന്നലെ ഒരു മൂച്ചേട്ട പിടിച്ച ദിവസമായിരുന്നു. കുറേ നേരത്തിന് എനിക്ക് ഉറക്കമൊന്നും കിട്ടിയില്ല. പിന്നെ അങ്ങോട്ട് ഞാൻ ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ നീറ്റ് മേലെഴുകിയിട്ട് ഒന്നും കൂടെ മേലെഴുകിയിട്ടൊക്കെ കിടന്നു. ആ ഒരു കിടത്തത്തിൽ ഞാൻ അങ്ങോട്ട് അടിപൊളിയായിട്ട് ഉറങ്ങിപ്പോയി തോന്നുന്നു. അതായിരിക്കും ഞാൻ വിളിച്ചത്. പിന്നെ ഫോൺ സൈലൻ്റായാൽ അറിയില്ലല്ലോ, ഫോൺ ഒരു സ്ഥലത്ത് ഞാനൊരു സ്ഥലത്തൊക്കെ ആവും. അപ്പോൾ അത് കാരണം ഞങ്ങളെല്ലാവരും ഇപ്പം നിലത്താ കിടക്കാറ് കേട്ടോ. വിരിക്കുക പോലും ചെയ്യില്ല, അങ്ങനെ കിടക്കും. അപ്പം അത് കാരണം ഫോണ് റിങ് ചെയ്തത് അറിഞ്ഞിട്ടില്ല. ഇന്നലെ അങ്ങനെയൊക്കെ ഉണ്ടായി കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇനി എനിക്ക് മേല് കഴുകിയിട്ട് വരണം. കുളി കഴിഞ്ഞു കേട്ടോ. ഞാൻ ഇന്ന് ചിക്കൻ കൂട്ടിയതല്ലേ, നമുക്ക് വിളക്ക് വയ്ക്കാൻ വേണ്ടി
വേണ്ടിയിട്ട്. അതൊക്കെ കഴിഞ്ഞ് ഉമ്മർത്ത് വന്ന് നിൽക്കുമ്പോഴാണ് കണ്ണൻകുട്ടി ഇതാ ഒരു പിടി നമ്മുടെ ഞാവൽപ്പഴം കൊടുത്തിട്ടുണ്ട്. അടിപൊളിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ നിൽക്കുകയാണേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.